ഭഗവത് ഭക്തന്മാരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ടമംഗലം വിനീത് നമ്പൂതിരി. പ്രഥമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നൈമിഷാരണ്യം എന്ന് പേരായ യജ്ഞഭൂമിയിൽ വെച്ച് സൂതപൗരാണികനെ ആദരവോടുകൂടി സ്വീകരിച്ചിരുത്തി ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആരംഭിച്ചു. അതുവരെയുള്ള ഭാഗമാണ്. 5 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ നോക്കിയത്. തുടർന്നതാ 6-ാമത്തെ ശ്ലോകം ആരംഭിക്കുകയാണ്. ശൗനകാദികൾ സൂതനോട് ചോദിക്കുകയാണ്, ഋഷയ ഊചു. ഈ ഭാഗവത്തിലെ ഓരോരോ കാര്യങ്ങൾ ഇന്ന ആൾ ഇന്നത് പറഞ്ഞു, ഇന്ന ആൾ പറഞ്ഞു, അല്ലെ ഋഷയ ഊചു, ഋഷിമാർ പറഞ്ഞു, മുനിമാർ പറഞ്ഞു, ഭഗവാൻ ഉവാച, ഇങ്ങനെ പല സ്ഥലത്തായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അവിടെ സൂചിപ്പിക്കുകയാണ്, ഇന്നയാൾ പറഞ്ഞു എന്നുള്ളതാണ് ഋഷയ ഊചു. അതാണ് അപ്പം ഋഷയ ഊചു എന്ന് പറഞ്ഞാൽ ഋഷിമാർ പറഞ്ഞു എന്നാണ് ആ ഋഷയ ഊചു എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം നോക്കാം. 6-ാമത്തെ ശ്ലോകം, പ്രഥമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ഒന്നുകൂടി നോക്കാം. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. അപ്പം ഈ ശ്ലോകങ്ങളെല്ലാം പാരായണം ചെയ്യുമ്പം ആ അക്ഷരങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം അക്ഷരങ്ങളൊക്കെ ചിലപ്പം ദീർഘം, വിസർഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പം കൃത്യമായിട്ട് പാരായണം ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ആദ്യമായിട്ട് ചെയ്യുമ്പം ഭഗവത് സ്മരണയോടുകൂടി സർവം കൃഷ്ണാർപ്പണമസ്തു എന്നുള്ള ആ പൂർണ്ണ സമർപ്പണ ഭാവത്തോടു കൂടി ആരംഭിക്കൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നീന്തണമെങ്കിൽ എന്ത് വേണം? വെള്ളത്തിലിറങ്ങണം. വെള്ളത്തിലിറങ്ങിയാലല്ലേ നീന്താൻ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഭാഗവതമൊക്കെ പാരായണം ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറേ വീണിട്ടല്ലേ നടക്കാൻ പഠിച്ചത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോകാം. അപ്പം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഭഗവാൻ അതുകൊണ്ടൊന്നും നമ്മളോടൊന്നും വിഷമിക്കൊന്നുമില്ല. അപ്പം വീണ്ടും നമ്മൾ പരിശ്രമിക്കുക. അപ്പം ശ്രദ്ധയോടുകൂടി വായിച്ചാൽ തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു അക്ഷരം തെറ്റിപ്പോയി അരിച്ച് പേടിക്കൊന്നും വേണ്ട. ഒരു കഥ ഉണ്ട്, സഹസ്രനാമത്തിൽ മരപ്രഭു അമരപ്രഭു എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. രണ്ടും ശരി തന്നെയാണ്. അപ്പം ഭഗവാനെ സംബന്ധിച്ച് നമ്മുടെ മനോഭാവത്തെയാണ് ഭഗവാൻ നോക്കുക. അല്ലാതെ ഇപ്പോൾ അക്ഷരം തെറ്റിപ്പോയി, അത് തെറ്റിപ്പോയല്ലോ എന്നൊന്നും ഭഗവാൻ പറയില്ല. അപ്പോൾ അത് അർത്ഥം, അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പിന്നീട് അത് തിരുത്തി കൊണ്ട് മുന്നോട്ട് പോകുക. ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞ് കേമം ആയിട്ട് നടന്നിട്ടും കാര്യമില്ല. ചിലപ്പം എപ്പോഴെങ്കിലുമൊക്കെ അക്ഷരം തെറ്റിപ്പോവും. അതുകൊണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട. ഭഗവാനെ നമ്മൾ എന്തിനാണ് പേടിക്കണത്? ആ ഒരു ഭാവത്തോടു കൂടി എല്ലാവരും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഭാഗവതം ഗ്രന്ഥം വീടുകളിൽ തീർച്ചയായിട്ടും പാരായണം ചെയ്യുക. അത് കുട്ടികളോടും എല്ലാവരോടും ഒന്ന് പറയുക, അവരൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുക. അപ്പോൾ നമുക്ക് മലയാളം അക്ഷരത്തിലൊക്കെ കിട്ടും, ഗുരുവായൂർ പ്രസിദ്ധീകരണമൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ദിവസവും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ഇതാണ് ശ്ലോകം. അപ്പം നമുക്കിനി ഇതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. ഋഷിമാർ സൂതപൗരാണികളോട് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും തുടങ്ങിയ സകലത്തിലും പാണ്ഡിത്യമുള്ള ആളാണ് ആര്? സൂതമഹർഷി. ശ്രീശുക ബ്രഹ്മർഷിയുടെ എല്ലാ കഴിവുകളും ലഭിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് സകല ശാസ്ത്രങ്ങളും പഠിച്ച ആളാണ് സൂതമഹർഷി. അപ്പം അദ്ദേഹത്തിനോടായിട്ട് ഓരോരോ പുരാണങ്ങളെക്കുറിച്ചും ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ അറിവിൻ്റെ ആ നിറകുടമാണ് ആര്? സൂതമഹർഷി. അപ്പം അദ്ദേഹത്തിനോടായിട്ട് ഋഷിമാർ ഓരോന്നായിട്ട് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് ചോദിക്കണത്? 18 പുരാണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുക. എല്ലാ പുരാണങ്ങളെക്കുറിച്ചും, പുരാണങ്ങളുടെ ലക്ഷണങ്ങൾ, മഹാവിഷ്ണു ആരാണ്, സൃഷ്ടി എന്താണ്, സ്ഥിതി എന്താണ്, സംഹാരം എന്താണ്, പുരുഷാർത്ഥങ്ങൾ തുടങ്ങിയ സകല ശാസ്ത്രങ്ങളും വേദങ്ങളെക്കുറിച്ചും സകലതിനെക്കുറിച്ചും ഓരോന്നായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം വളരെ
സന്തോഷത്തോടു കൂടി മറുപടി പറയുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം. അതാണ് ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അത് അറിയെങ്കിലും പലരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അയാളെങ്ങാനും എന്ത് മനസ്സിലാക്കി കഴിഞ്ഞാലോ എന്നുള്ള ചിന്തയാണ്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അറിവ് എപ്പോഴും നമ്മൾ പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിൽ നിന്ന് കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അറിവ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടേതായ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുക. ഇത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്താണോ മനസ്സിലാക്കി വെച്ചത് അതാണ് ശരിയെന്ന് വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തു ഒന്ന് ശീലിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത. അതാ നിങ്ങൾക്കറിയുന്ന വിദ്യയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്തു, ഒന്ന് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കൂ. അതുകൊണ്ട് 2-3-4 ഗുണങ്ങളുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താ? ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? അതെന്താണെന്ന് നമ്മൾക്ക് ആദ്യം മനസ്സിലാവണം. അത് മനസ്സിലാവാണ്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പരിശ്രമിക്കും. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താ? സ്വാഭാവികമായിട്ട് അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാനാണ് പിന്നെ നമ്മുടെ മനസ്സ് ശ്രമിക്കുക. അതുകൊണ്ടാണ് അറിവ് നമ്മൾ ധാരാളം പകർന്നു കൊടുക്കാനായിട്ടുള്ള മനോഭാവം വളർത്തിയെടുക്കണം. ഇവിടെ ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും സൂത മഹർഷി പറഞ്ഞു കൊടുക്കൂ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇവിടെ അതാണ് ആ ചോദ്യം എന്താണ് പുരാണങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റുള്ള വിഷയങ്ങളെല്ലാം ഒരു 10-15 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഇതെനിക്ക് പഠിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി ഭക്തിയോടുകൂടി പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് മറ്റുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് മനസ്സിലാവില്ല, അതും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും തുടർന്നുള്ള അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. എല്ലാവരും ഭാഗവതമൊക്കെ പാരായണം ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഭഗവത് സംബന്ധമായ എന്ത് കാര്യം വേണമെങ്കിലും കമൻ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. നിങ്ങളുടേതായ അറിവുകൾ അതും പങ്കുവയ്ക്കുക. കൂടുതൽ ഭാഗവതം ദിവസം പാരായണം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പറയുക കമൻ്റായിട്ട്. അപ്പോൾ അത് അറിയാൻ സാധിക്കുമല്ലോ എത്ര ആൾക്കാർ ഭാഗവതമൊക്കെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ട്, ജപിക്കുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അങ്ങനെയാണല്ലോ. സജ്ജനങ്ങളെ പരസ്പരം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടേതായ അറിവുകളും അഭിപ്രായങ്ങളും എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.